ദൈവരാജ്യം കാണുവോളം മരണം പ്രാപിക്കാത്തവരോട് നിൽക്കുന്നവരിലുണ്ടെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ വചനങ്ങൾക്ക് ശേഷം 8 ദിവസം കഴിഞ്ഞ് യേശു ശീമോനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കുവാൻ ഒരു മലയിൽ കയറി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ അവന്റെ മുഖഭാവം മാറി, വസ്ത്രങ്ങൾ വെളുത്ത് തിളങ്ങുകയും ചെയ്തു. അപ്പോൾ മോശ, ഏലിയ എന്നീ 2 മനുഷ്യർ തേജസ്സോടുകൂടി പ്രത്യക്ഷപ്പെട്ട് അവനോട് സംസാരിച്ചുകൊണ്ടിരുന്നു. യെരൂശലേമിൽ നിവൃത്തിയാകുവാനുള്ള അവന്റെ നിര്യാണത്തെക്കുറിച്ചാണ് അവർ സംസാരിച്ചത്. ശീമോനും അവന്റെ കൂടെയുള്ളവരും നിദ്രാഭാരമുള്ളവരായിരുന്നു. അവർ പ്രയാസപ്പെട്ടുണർന്ന് അവന്റെ മഹത്വത്തെയും അടുക്കൽ നിന്നിരുന്ന 2 മനുഷ്യരെയും കണ്ടു. അവർ 2 പേരും തിരിഞ്ഞു പോകുവാൻ തുടങ്ങിയപ്പോൾ ശീമോൻ യേശുവിനോട്, ഗുരു, നാം ഇവിടെയായിരിക്കുന്നത് നല്ലതാകുന്നു. നിനക്കും ഒന്ന് മോശയ്ക്കും ഒന്ന് ഏലിയായിക്കുമാണ് 3 കൂടാരങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. പറയുന്നതെന്തെന്ന് അവന് തന്നെ അറിയാമായിരുന്നില്ല. അവൻ ഇങ്ങനെ പറയുമ്പോൾ ഒരു മേഘം അവരുടെ മേൽ നിഴലിച്ചു. മോശയും ഏലിയാവും മേഘത്തിൽ പ്രവേശിച്ചതായി കണ്ടവർ ഭയപ്പെട്ടു. ഇവൻ എന്റെ പ്രിയപുത്രനാവും, ഇവനെ നിങ്ങൾ അനുസരിപ്പിനെന്ന് പറയുന്നൊരു ശബ്ദം മേഘത്തിൽ ഉണ്ടാവുകയും ചെയ്തു. ആ ശബ്ദമുണ്ടായപ്പോൾ യേശു മാത്രമായി കാണപ്പെട്ടു. തങ്ങൾ കണ്ട കാര്യം ആ കാലത്ത് ആരോടും പറയാതെ അവർ മൗനമായിരുന്നു. ബാറക്കുമോർ, നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടാ